ഒരു മതേതര രാഷ്ട്രത്തിൽ നിങ്ങളുടെ മതം നോക്കാതെ ആർക്കും പ്രസിഡന്റും പ്രധാനമന്ത്രിയുമാകാം. ആ പ്രബോധനത്തിലൂടെ വരാൻ പോകുന്ന സംവിധാനം അത് മറ്റു മതങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും. പ്രത്യേകിച്ച് നബി അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. മൗദൂദി ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല, ഗാന്ധി ഇല്ലെങ്കിൽ ഗാന്ധിസം ഉണ്ടാവും. ഇസ്ലാമിൽ നിന്ന് ഈ ഇസ്ലാമിസത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് മാറുന്നത്? ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി മാറുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക ജിഹാദ്, ഇന്റലക്ച്വൽ ജിഹാദിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി. വോട്ട് ചെയ്യുന്നു, മതേതരത്വത്തിനു വേണ്ടി സംസാരിക്കുന്നു. അങ്ങനെ ഒരു നല്ല മാറ്റത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നാൽ ഇന്ത്യയിൽ 2 ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ഉണ്ടായത്? അവരുടെ പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കാണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന 5 ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇഖാമത്തു ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ സംസ്ഥാപനം. മൗദൂദി കോപ്പിയടിച്ച് പറഞ്ഞു, സൂഫിസം ഈസ് ദി ഓപ്പിയം ഓഫ് ദ പീപ്പിൾ. ദേശീയതയല്ല, വംശീയ വെറിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ മൂന്നിനെ കുറിച്ചുള്ള നിലവിൽ അവരുടെ കാഴ്ചപ്പാട് ഇതാണെന്നാണ്. ഹെഗലിൻ്റെ ചിന്തകൾ കടം കൊണ്ടു. മൗദൂദി പറഞ്ഞ എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജൈവാസ്തിത്വമാണ് എന്നാണ്. എഴുത്തുകാരനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഹമീദ് ചേന്നമംഗലൂരാണ് എന്നോടൊപ്പം. നമസ്കാരം. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയാണ് വലിയ ചർച്ച കേരള രാഷ്ട്രീയത്തിൽ. ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു രാഷ്ട്രീയ ശക്തിയാണോ കേരളത്തിൽ? ജമാഅത്തെ ഇസ്ലാമി സ്വയം ഒരു വലിയ രാഷ്ട്രീയ ശക്തിയല്ല കേരളത്തിൽ. പക്ഷേ അടുത്ത കാലത്തായിട്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് കുറേയേറെ അനുഭാവികളെയും അനുയായികളെയും കിട്ടിയിട്ടുണ്ട്. പിന്നെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് അഖിലേന്ത്യാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിനു പുറമെ ജമാഅത്തെ ഇസ്ലാമി പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്തുള്ള ജമാഅത്തെ ഇസ്ലാമി അല്ലാത്ത മറ്റ് ഇസ്ലാമിസ്റ്റ് സംഘടനകളുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ ആശയപരമായിട്ടെങ്കിലും ബന്ധമുണ്ട്. നേരിട്ടവർ ബന്ധം പുലർത്തുന്നു എന്ന് പറയേണ്ട കാര്യമില്ല. ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ ആശയവും ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ മറ്റു പല രാഷ്ട്രങ്ങളിലും പ്രവർത്തിക്കുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക സംഘടനയല്ല. അവർ അവകാശപ്പെടുന്നത് താങ്കളൊരു ഇസ്ലാമിക സംഘടനയാണ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന വാക്കിനർത്ഥം ഇസ്ലാമിക സംഘടന എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അത് ഒരു ഇസ്ലാമിസ്റ്റ് സംഘടനയാണ്. എന്താ ഒരു വ്യത്യാസം ഇസ്ലാമികം ഇസ്ലാമിസ്റ്റ് എന്ന് പറയുന്നത്? പറയാം. ഇസ്ലാമും ഇസ്ലാമിസവും തമ്മിൽ വളരെ അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം മതം ആവിർഭവിച്ചിട്ട് 14 നൂറ്റാണ്ട് കഴിഞ്ഞു. ക്രിസ്തുവർഷം അനുസരിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാം മതത്തിന്, മുഹമ്മദ് നബി പരിചയപ്പെടുത്തിയ ഇസ്ലാം മതത്തിന് 1414 വയസ്സുണ്ട്. അതേസമയം ഇസ്ലാമിസത്തിന് 1 നൂറ്റാണ്ടിൻ്റെ പഴക്കം പോലുമില്ല. ഏറി വന്നാൽ 96 വർഷത്തെ പഴക്കം മാത്രമാണ് ഇസ്ലാമിസത്തിനുള്ളത്. 1928 ഈജിപ്തിലാണ് ആദ്യമായിട്ട് നമുക്ക് ലക്ഷണമൊത്ത ഒരു ഇസ്ലാമിസ്റ്റ് സംഘടന രൂപീകരിക്കപ്പെടുന്നത്. ഹസനുൽ ബന്ന രൂപീകരിച്ച മുസ്ലിം ബ്രദർഹുഡ്, ഇഖ്വാനുൽ മുസ്ലിമോൻ എന്നറിയപ്പെടുന്ന മുസ്ലിം ബ്രദർഹുഡ്. അത് കഴിഞ്ഞ് 1941 അവിഭക്ത ഇന്ത്യയിൽ അബുൽ അഅ്ല മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന രൂപവത്കരിച്ചു. ഈ 2 സംഘടനകളും ഇന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന ഇസ്ലാമിസ്റ്റ് സംഘടനകളാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾക്ക് തങ്ങളുടേതായ ചില വ്യാഖ്യാനങ്ങൾ നൽകുകയും ഇസ്ലാമിനെ അടിമുടി രാഷ്ട്രീയവൽക്കരിക്കുകയും ചെയ്യുകയാണ് ഹസനുൽ ബന്നയും അതുപോലെ മുസ്ലിം ബ്രദർഹുഡിൻ്റെ താത്വികനായിരുന്ന സയ്യിദ് കുത്തുബും ഇവിടെ ഇന്ത്യയിൽ, അവിഭക്ത ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകാചാര്യനായ മൗലാന മൗദൂദിയും ചെയ്തത്. അപ്പോൾ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, മൗദൂദി അതുപോലെ തന്നെ കുത്തുബ്, ഹസനുൽ ബന്ന പോലുള്ള ഇസ്ലാമിസ്റ്റുകളൊക്കെ ഇസ്ലാം മുന്നിൽ വെച്ചിട്ട് ഒരു ഐഡിയോളജി ഉണ്ടാക്കി. ആ ഐഡിയോളജി അടിമത്തത്തിൻ്റെ ഐഡിയോളജിയാണ്, അടിമത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്, ഐഡിയോളജി ഓഫ് സ്ലേവറി. അതുപോലെ അവർ തിയോളജി ഉണ്ടാക്കി. ഇസ്ലാം മതം മുന്നിൽ വെച്ചുകൊണ്ട്
ഇസ്ലാം മതത്തിൻ്റെ വേദഗ്രന്ഥമായ ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ്റെ ചര്യകളും വചനങ്ങളും മുന്നിൽ വെച്ചുകൊണ്ട് അവർ തിയോളജി ഉണ്ടാക്കി. ആ തിയോളജി അടിമത്തത്തിൻ്റെ ദൈവശാസ്ത്രമാണ്. തിയോളജി ഓഫ് സ്ലേവറിയാണ്. ഈ ഇസ്ലാമിൽ നിന്ന് ഈ ഇസ്ലാമിസത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് മാറുന്നത്? ഈ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി മാറുമ്പോൾ ഒരു മാറ്റം എങ്ങനെയാണത്? അത് രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായിട്ടല്ല ഇസ്ലാം വരുന്നത്. ഇസ്ലാം 14 നൂറ്റാണ്ട് മുമ്പ് മുഹമ്മദ് നബിയുടെ കാലത്ത് ഇസ്ലാം വരുമ്പോൾ അത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയായിട്ട് രൂപാന്തരപ്പെടുകയല്ലല്ലോ ചെയ്തത്. അതിനു മുമ്പുണ്ടായിരുന്ന അറേബ്യൻ മേഖലയിൽ അതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനപ്പെട്ട 2 മതങ്ങളാണ് ജൂതമതങ്ങളും ക്രിസ്തുമതങ്ങളും. ജൂതമതവും ക്രിസ്തുമതവും. ഈ മതങ്ങളിൽ നിന്നൊക്കെയുള്ള അതിൻ്റെ പുരാണം മുന്നിൽ വെച്ചാണ് മുഹമ്മദ് നബിയും ഇസ്ലാം മതത്തിന് രൂപം നൽകിയത്. അത് മുഹമ്മദ് നബിയാണ് ഇസ്ലാം മതത്തിന് രൂപം നൽകിയതെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഇസ്ലാം മത വിശ്വാസികൾ അംഗീകരിക്കില്ല. കാരണം അത് ആദ്യം മുതൽക്കേ ഉള്ളതാണ്, മാത്രമല്ല ദൈവത്താൽ നൽകപ്പെട്ടതാണ് എന്നാണ് അവരവകാശപ്പെടുക. അതെന്തായാലും ഈ മുഹമ്മദ് നബി കൊണ്ടുവന്ന ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമല്ല. അതിനെ രാഷ്ട്രീയവൽക്കരിച്ചു ഇസ്ലാമിസ്റ്റുകൾ. ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് ഇലാഹ് എന്ന് പറയുന്നത് ആരാധന എന്ന അർത്ഥത്തിൽ മാത്രം എടുക്കേണ്ടതില്ല, അതിന് രാഷ്ട്രീയമായ, സാമൂഹികമായ, സാംസ്കാരികമായ തലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ ഇസ്ലാമിസത്തിലേക്ക് വരുമ്പോഴേക്കും അതിന് രാഷ്ട്രീയമായ മുഖം കൂടി വന്നു ചേരുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. മൗദൂദി ജമാഅത്തെ ഇസ്ലാമിയുടെ ഗുരു, സ്ഥാപക ഗുരു, ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് ഖുർആനിലെ 4 സാങ്കേതിക പദങ്ങൾ എന്നാണ് മലയാളത്തിൽ അതിൻ്റെ ശീർഷകം. അദ്ദേഹം ഉറുദുവിൽ എഴുതിയ ആ പുസ്തകം ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ മലയാളത്തിൽ ഖുർആനിലെ 4 സാങ്കേതിക ശബ്ദങ്ങൾ, സാങ്കേതിക പദങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ 4 സാങ്കേതിക പദങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക ശബ്ദങ്ങൾ എന്താണ്? 1 നിങ്ങൾ പറഞ്ഞ ഇലാഹ്, 2 റബ്ബ്, 3 ഇബാദത്ത്, 4 ദീൻ. ഇതാണ് ഖുർആനിലെ 4 സാങ്കേതിക പദങ്ങൾ എന്ന് പറഞ്ഞ് മൗദൂദി അവതരിപ്പിച്ചത്. എന്നിട്ട് ഈ 4 പദങ്ങൾക്ക് മൗദൂദി അദ്ദേഹത്തിൻ്റേതായ വ്യാഖ്യാനം നൽകി. തന്നെയുമല്ല, അദ്ദേഹത്തിൻ്റെ അവകാശവാദം പ്രവാചകൻ്റെ കാലത്തും തുടർന്ന് ഏതാനും കൊല്ലങ്ങളും മാത്രം ആണ് ഈ 4 സാങ്കേതിക പദങ്ങളുടെ യഥാർത്ഥ വിവക്ഷ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരുന്നത്. അതായത് ഇസ്ലാം ഉണ്ടാകുന്നത് 7-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തിൽ, AD 610. അപ്പോൾ AD 610 ഇസ്ലാമിൽ ഈ 4 സാങ്കേതിക പദങ്ങളുടെ വിവക്ഷ മനസ്സിലാക്കിയവർ അതിൻ്റെ പ്രാരംഭ നാളുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് താനാണത് മനസ്സിലാക്കിയത് എന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അവകാശപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സഹചാരിയായിരുന്ന മൻസൂർ നുമാനി അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിച്ചു. അപ്പോൾ താങ്കൾ പറയുന്നത് ഇത് ഈ പറയുന്ന ഇസ്ലാമിൻ്റെ പ്രാരംഭ നാളുകൾക്ക് ശേഷം താങ്കളല്ലാതെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണോ? ഒരുപാട് പണ്ഡിതന്മാർ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിട്ടുണ്ട്, അവരാരും ഇതിൻ്റെ വിവക്ഷ മനസ്സിലാക്കിയിട്ടില്ലെന്നാണോ? അപ്പോൾ അതിന് മൗദൂദി പറഞ്ഞ മറുപടി, ഒരാൾ ഒരു ചെറിയ അളവിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അതാരാ? ഇബ്നു തൈമിയ്യ. ഇബ്നു തൈമിയ്യ 13-ാം നൂറ്റാണ്ടിലും 14-ാം നൂറ്റാണ്ടിലുമായി ജീവിച്ച ഒരു മുസ്ലിം പണ്ഡിതനാണ്. അദ്ദേഹം ഒട്ടൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്, എന്നാലും അദ്ദേഹവും പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ 4 പദങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം നൽകുന്നു. അതിലൊന്ന് ഇബാദത്താണ്. ഇലാഹ്, റബ്ബ്, ഇബാദത്ത്, ദീൻ, ഇതാണ് 4 പദങ്ങൾ. അതിലൊന്ന് ഇബാദത്താണ്. ഇബാദത്ത് എന്ന ആ സംജ്ഞ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം പറയുന്നു, ഇബാദത്ത് എന്ന വാക്കുണ്ടാകുന്നത് അബ്ദ് എന്ന വാക്കിൽ നിന്നാണ്. അബ്ദ് എന്ന് പറഞ്ഞാൽ അടിമ എന്നാണ് അർത്ഥം. അപ്പോൾ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അടിമവൃത്തി എന്നർത്ഥം സിദ്ധിക്കുന്നു, അല്ലെങ്കിൽ ഭൃത്യവേല എന്ന് അർത്ഥം സിദ്ധിക്കുന്നു. അപ്പോൾ അബ്ദ് എന്ന് പറയുമ്പോൾ അടിമ, മനുഷ്യൻ അടിമയാണ്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്, മനുഷ്യൻ പ്രകൃത്യ അടിമയാണ്. ദൈവത്തിൻ്റെ അടിമ. അതെ, ദൈവത്തിൻ്റെ അടിമ. മനുഷ്യൻ ജന്മന അശക്തനാണ്, അപൂർണനാണ്. അവൻ ദൈവത്തിൻ്റെ അടിമയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടിമ
ഏതൊരടിമയും ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ഇനി മനുഷ്യന്മാർക്ക് അടിമയുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ അടിമ യജമാനന്മാരുടെ അടിമ എന്താ ചെയ്യേണ്ടത്? യജമാനന്മാർ പറയുന്നത് അപ്പടി അനുസരിക്കണം. ഇവിടെ യജമാനൻ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു എന്ന ദൈവം പറഞ്ഞതെന്തോ അതനുസരിക്കുക എന്നത് മാത്രമാണ് മനുഷ്യനായ അടിമയുടെ ചുമതല. അതാണ് ഇബാദത്ത്. അപ്പോൾ ഇബാദത്ത് എന്നതിന് മറ്റുള്ളവരൊക്കെ നൽകുന്ന, ഇപ്പോൾ ഈ മൗദൂദിക്ക് മുമ്പ് ജീവിച്ചവരും മൗദൂദിക്ക് ശേഷം ജീവിച്ചവരും മൗദൂദിയുടെ സമകാലികന്മാരായ ഒട്ടേറെ മുസ്ലിം മതപണ്ഡിതന്മാരും നൽകുന്ന അർത്ഥം ആരാധന എന്നാണ്. അപ്പോൾ അത് കേവലം ആരാധനയല്ല, അനുസരണമാണ്. അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം എന്ന യജമാനനെ അനുസരിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ജോലി. മറ്റൊരു പുസ്തകത്തിൽ ഇതേ മൗദൂദി പറയുന്നു, മനുഷ്യൻ ജന്മനാ പ്രജയാണ്. പ്രജയും രാജാവും. ആരാണ് രാജാവ്? അള്ളാഹു. ആരാണ് പ്രജ? മനുഷ്യൻ സബ്ജക്റ്റാണ്, പ്രജയാണ്. രാജാവിനെ അനുസരിക്കുക എന്നതാണ് പ്രജയുടെ കർത്തവ്യം. ഇങ്ങനെ മൗദൂദി ഈ പറയുന്ന 4 സാങ്കേതിക പദങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ഐഡിയോളജി ഉണ്ടാക്കി. അതാണ് അടിമത്തത്തിൻ്റെ പ്രത്യയശാസ്ത്രം, ഐഡിയോളജി ഓഫ് സ്ലേവറി എന്ന് പറയുന്നത്. തന്നെയുമല്ല, മറ്റൊരു പദം അദ്ദേഹം എടുത്തു, റബ്ബ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം, റബ്ബ്. ഈ ഇലാഹും റബ്ബും ഒക്കെ ദൈവത്തിൻ്റെ തന്നെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. അതുവരെ, അതായത് ഇസ്ലാമിസം ആവിർഭവിക്കുന്നത് വരെ ഒരു പൊളിറ്റിക്കൽ റബ്ബ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് ഒരു റിലീജിയസ് റബ്ബ് അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ റബ്ബാണ് ഉണ്ടായിരുന്നത്. ഒരു സ്പിരിച്വൽ ദൈവം ഉണ്ടായിരുന്നത്, ആധ്യാത്മിക തലത്തിലുള്ളൊരു ദൈവം ഉണ്ടായിരുന്നത്. മൗദൂദി എന്ത് ചെയ്തു? മൗദൂദിയും മറ്റ് ഇസ്ലാമിസ്റ്റുകളും എന്താ ചെയ്തത്? റബ്ബിനെ രാഷ്ട്രീയ റബ്ബാക്കി, ദൈവത്തെ രാഷ്ട്രീയ ദൈവമാക്കി, അള്ളാഹുവിനെ രാഷ്ട്രീയ അള്ളാഹുവാക്കി. എന്നിട്ട് പറഞ്ഞു, ഈ റബ്ബാണ്, അല്ലെങ്കിൽ ഈ ഇലാഹാണ്, അല്ലെങ്കിൽ ഈ അള്ളാഹുവാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും മനുഷ്യനുമായിട്ടുള്ള എല്ലാ വ്യവസ്ഥകളും ഉണ്ടാക്കുന്നതും. ആ വ്യവസ്ഥകളനുസരിച്ച് ജീവിക്കുന്ന അടിമ മാത്രമാണ് ജനങ്ങൾ എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു മൗദൂദി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ മനുഷ്യരുടെ സർഗാത്മകത മൗദൂദി അംഗീകരിക്കുന്നില്ല. മനുഷ്യർക്ക് സ്വയം ചിന്തിക്കാനും തങ്ങൾക്കാവശ്യമായ ചിന്താപദ്ധതികൾ ആവിഷ്കരിക്കാനും തങ്ങൾക്കാവശ്യമായ രാഷ്ട്രീയ വ്യവസ്ഥ ഉണ്ടാക്കാനും മനുഷ്യർക്ക് കഴിയും എന്ന കാര്യം മൗദൂദി അംഗീകരിക്കുന്നില്ല. ഇനി അഥവാ അങ്ങനെ മനുഷ്യർക്ക് സാധിക്കുമെങ്കിൽ അത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, മൗദൂദിയുടെ കാഴ്ചപ്പാടിലുള്ള ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വീകാര്യമല്ല. കാരണം യജമാനൻ അള്ളാഹുവാണ്. ജാഹിലിയത്താണ്. അല്ല, യജമാനൻ അള്ളാഹുവാണ്. ഈ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, അള്ളാഹു ആവിഷ്കരിച്ച നിയമങ്ങളുണ്ട്, രാഷ്ട്രീയമുണ്ട്, ഒക്കെയുണ്ട്. അള്ളാഹു ജനങ്ങൾക്ക് നൽകിയ ഇസ്ലാം മതം എന്ന് പറയുന്നത് ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. അതാണ് ഇസ്ലാമിസത്തിൻ്റെ മൗലികമായൊരു കാഴ്ചപ്പാട്. അത് മറ്റ് സംഘടനകളും ചിലപ്പോഴൊക്കെ പറയാറുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ മൗദൂദിയെപ്പോലുള്ളവർ പറയുന്നത് ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ്. അപ്പോൾ സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്ന് പറയുന്നതുകൊണ്ട് മൗദൂദി എന്താ അർത്ഥമാക്കുന്നത്? ഇസ്ലാമിൽ ആത്മീയ തലം, ഇസ്ലാമിന് ആത്മീയ തലം മാത്രമല്ല ഉള്ളത്, അതിന് ഭൗതിക തലമുണ്ട്. അതിൻ്റെ ഭൗതിക തലത്തിൽപ്പെടുന്ന ഒന്നാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം എന്നത് ഇസ്ലാമിൻ്റെ അവിച്ഛേദ്യ ഭാഗമാണ്, മുറിച്ചു മാറ്റാനാവാത്ത ഭാഗമാണ്. രാഷ്ട്രീയം മുറിച്ചു മാറ്റിയാൽ ഇസ്ലാം പൂർണ്ണമാവില്ല. അപ്പോൾ രാഷ്ട്രീയമില്ലാത്ത ഇസ്ലാം എന്ന് പറയുന്നത് അപൂർണമായ ഇസ്ലാമാണ്. അത് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാണ് മൗദൂദി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻറ്റ്. ഇപ്പോൾ അവരുടെ വെബ്സൈറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പ്രത്യയശാസ്ത്രമായി ഉയർത്തിക്കാണിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന 5 ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ വളരെ പ്രത്യക്ഷമായി അതിൻ്റെ അമീറൊക്കെ വന്ന് മാധ്യമങ്ങളിൽ പറയുന്നു, ഞങ്ങൾ മൗദൂദിയൻ കാഴ്ചപ്പാടുള്ള ഒരു പ്രസ്ഥാനമല്ല, മൗദൂദി ഞങ്ങളുടെ സ്ഥാപകനാണ്, പക്ഷേ മൗദൂദിയുടെ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രം. രണ്ടും ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ളതാണ്. ഇതിനെ എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്? മൗദൂദി ഇല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാകുന്നത് 1941. അത് ഉണ്ടാക്കിയതാരാ? മൗദൂദിയാണ്. തങ്ങൾ മൗദൂദിയുടെ ആശയങ്ങളല്ല പിന്തുടരുന്നത് എന്ന് അവർ പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ജമാഅത്തെ ഇസ്ലാമി ഉപേക്ഷിച്ച് പോയിരിക്കുന്നു എന്നാണല്ലോ. തങ്ങൾ മൗദൂദിയുടെ ആശയങ്ങൾ
പിന്തുടരുന്നു എന്ന് പറയുന്നത് മൗദൂദി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കുകയും ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രത്യയശാസ്ത്രം ഇസ്ലാം തന്നെയാണ് എന്നതാണ്. ഇസ്ലാം ഒരു പ്രത്യയശാസ്ത്രമല്ല, ഇസ്ലാം ഒരു മതമായിട്ടാണ് വന്നത്. ഇത് സൗകര്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പോൾ പറയുന്നതാണ്, ഈ അടുത്ത കാലത്ത് പറയാൻ തുടങ്ങിയതാണ്. ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ ഇപ്പോഴത്തെ കേരള അമീർ ഇക്കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. മുജീബ് റഹ്മാൻ ഇക്കാര്യം പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഏതാണ്ട് ഒരു വ്യാഴവട്ടക്കാലം മുമ്പ് 2011 തോന്നുന്നു, അന്നത്തെ കേരള അമീറായിരുന്ന ടി ആരിഫ് അലിയും ഇതേ ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞത് മൗദൂദിയുടെ ലിഖിതങ്ങളോ വീക്ഷണങ്ങളോ അല്ല തങ്ങളുടെ മൂലപ്രമാണം എന്നാണ്. അതിനർത്ഥം എന്താണ്? അതിനർത്ഥം മൗദൂദി മുന്നോട്ട് വെച്ച ആശയങ്ങളൊന്നും ഇസ്ലാമിൻ്റെ മൂലപ്രമാണങ്ങളിൽ നിന്നുണ്ടായതല്ല എന്ന് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നു എന്നാണ്. അതവർ പറയൂ. മൗദൂദി പറഞ്ഞ എല്ലാറ്റിൻ്റെയും ബാധ്യത അത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല. അപ്പം മൗദൂദിയുടെ ദേശീയതയെക്കുറിച്ചുള്ള, മൗദൂദിയുടെ ജനാധിപത്യത്തെക്കുറിച്ചുള്ള, മൗദൂദിയുടെ മതേതരത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് വിമർശിക്കപ്പെടുന്നത്. ആ വിമർശനങ്ങൾ മുഴുവൻ ജമാഅത്തെ ഇസ്ലാമിയുടെ തലയിൽ കെട്ടിവെക്കേണ്ടതില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. ആ വിമർശനങ്ങളൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ നേരെ ചെല്ലാനുള്ള കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പുസ്തകം. ഈ പുസ്തകം പിൽക്കാലത്ത് മതേതരത്വം, ജനാധിപത്യം, ദേശീയത്വം, ഒരു താത്വിക വിശകലനം എന്ന പേരിൽ പുനഃപ്രസിദ്ധീകരിക്കപ്പെട്ടു. 1947 മെയിലോ മറ്റോ മൗദൂദി നടത്തിയ ഒരു പ്രസംഗമാണ് ഇസ്ലാമിൻ്റെ സന്ദേശം എന്നത്. അതാണ് പിന്നീട് മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമി പ്രസിദ്ധീകരിച്ചത്. അതിലാണ് മൗദൂദി ജനാധിപത്യം മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല, മതേതരത്വം മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല, ദേശീയത്വം മുസ്ലിമിന് സ്വീകരിക്കാൻ പറ്റില്ല, കാരണം ഇതെല്ലാം ഇസ്ലാമിന് ഘടകവിരുദ്ധമാണ് എന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ എഴുതി വെച്ചതാണ് ഈ പുസ്തകത്തിൽ. പക്ഷെ അവർ പറയുന്നു മതേതരത്വം എന്ന് ഉദ്ദേശിക്കുന്നത് യൂറോപ്യൻ സെക്യുലറിസമായിട്ടുള്ള മതനിരാസത്തെയാണ് മൗദൂദി എതിർത്തത്. ജനാധിപത്യം എന്ന് പറയുന്നത്, ജനാധിപത്യത്തെക്കുറിച്ച് മഹാത്മാഗാന്ധിക്ക് പോലെ എതിരഭിപ്രായങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ജനാധിപത്യം ഒഴിവാക്കണമെന്നല്ല, ജനാധിപത്യത്തിൽ ചില പോരായ്മകളുണ്ട് എന്നാണ് മൗദൂദി ചൂണ്ടിക്കാണിക്കുന്നത്. ദേശീയതയല്ല വംശീയ വെറിയെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഈ മൂന്നിനെക്കുറിച്ചുള്ള നിലവിൽ അവരുടെ കാഴ്ചപ്പാട് ഇതാണെന്നാണ് പറയുന്നത്. ഇത് ഇപ്പോൾ അവർ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് മൗദൂദി അവതരിപ്പിച്ച കാഴ്ചപ്പാടുകളാണ് ഇതൊക്കെ എന്നാണല്ലോ. കാരണം 1947 മെയ് മാസത്തിലാണ് ഈ പ്രസംഗം നടത്തിയത്. അങ്ങനെയാണെങ്കിൽ അതിന് പിൽക്കാലത്ത് പ്രസക്തിയില്ലെങ്കിൽ എന്തിനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ സന്ദേശം എന്ന പേരിൽ മലയാളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ ഭാഷകളിലും മിക്കവാറും എല്ലാ ഭാഷകളിലും ഈ പുസ്തകം തർജ്ജമ ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും അത് വിൽപ്പന നടത്തുകയും ചെയ്തിട്ടുണ്ട്? 1-2 വർഷമല്ല, അനേകം ദശകങ്ങളായിട്ട് അത് വിൽപ്പന നടത്തി പോന്നിട്ടുണ്ട്. ആ പുസ്തകമാണ് ഈ പറയുന്ന ജനാധിപത്യം, മതേതരത്വം, ദേശീയത്വം, താത്വിക വിശകലനം എന്നുള്ളത്. അത് ഇനി പറയട്ടെ, അവർ പറയുന്നത് മൗദൂദി നിരാകരിച്ചത് പാശ്ചാത്യ മതേതരത്വമാണ് എന്നാണ്, പാശ്ചാത്യ ജനാധിപത്യമാണ് എന്നാണ്. RSS പറയുന്നത് എന്താ? RSS മതേതരത്വത്തെക്കുറിച്ച് പറയുന്നത് എന്താ? RSS പറയുന്നത് മതേതരത്വം അഭാരതീയമായ ആശയമാണ്, അതുകൊണ്ട് തങ്ങൾക്ക് സ്വീകാര്യമല്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞെന്താണ്? മൗദൂദി മതേതരത്തെ തള്ളിക്കളഞ്ഞത് അത് പാശ്ചാത്യമായ ആശയമായിട്ടാണ് എന്നാണ്. ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞതും പാശ്ചാത്യമായിട്ടുള്ള ആശയമായിട്ടാണ് എന്നാണ്. ജനാധിപത്യത്തെ മൗദൂദി തള്ളിക്കളയാനുള്ള കാരണം മൗദൂദിയുടെ കാഴ്ചപ്പാടനുസരിച്ച് ഹാക്കിമിയത്ത് അല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ജനാധിപത്യത്തിൽ പരമാധികാരം ഒരു അള്ളാഹുവിനും ഒരു ഭഗവാനും ഒരു കർത്താവിനും അവകാശപ്പെട്ടതല്ല, അത് ജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ജനങ്ങൾക്ക് പരമാധികാരം നൽകിക്കൂടാ എന്നാണ് മൗദൂദി പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെയും വാദം. ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഈ ഒരു 10-12 വർഷമായിട്ട് ഇങ്ങനെയൊക്കെ മാറ്റി പറയുന്നുണ്ടെങ്കിലും 1990കളുടെ അവസാനം വരെയും ജമാഅത്തെ ഇസ്ലാമിക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത് ജനാധിപത്യം തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ്. അതിൻ്റെ കാരണം ഇതാണ്. കാരണം അള്ളാഹുവിനായിരിക്കണം പരമാധിപത്യം എന്നാണ്, പരമാധികാരം എന്നാണ്. പിന്നെ രണ്ടാമത് പാശ്ചാത്യമായതുകൊണ്ടാണ് ഇത്, അത് മതനിരാസപരമാണ്, പാശ്ചാത്യമായ ആശയമായതുകൊണ്ടാണ് ഇത്. പാശ്ചാത്യം എന്നുള്ളതല്ല, മതനിരാസമായത്. മതനിരാസമല്ലല്ലോ.
വെസ്റ്റേൺ സെക്യുലറിസം എന്ന് മതനിരാസപരമാണോ? അമേരിക്ക ഒരു സെക്യുലർ കൺട്രിയാണ്, അവിടെ മതമില്ലേ? ബ്രിട്ടൻ സെക്യുലർ കൺട്രിയാണ്, അവിടെ മതമില്ലേ? ഒരുപക്ഷെ ഇന്ത്യയിലുള്ളതിനേക്കാൾ കൂടുതൽ ഭരണതലത്തിൽ മതം നിലനിൽക്കുന്നുണ്ട് അവിടെയൊക്കെ. അപ്പോൾ ഈ പാശ്ചാത്യ സെക്യുലറിസം, പൗരസ്ത്യ സെക്യുലറിസം എന്ന് പറഞ്ഞ് സെക്യുലറിസത്തെ നമുക്ക് വർഗീകരിക്കാൻ പറ്റില്ല. കാരണം സെക്യുലറിസത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയത്തിൽ മതം കടന്നു വന്നുകൂടാ, മതത്തെ വ്യക്തികളുടെ സ്വകാര്യ വിഷയമായിട്ട് കരുതണം, അതാണ്. അല്ലാതെ മതത്തെ നിരാകരിക്കുന്നില്ല. ഒരാൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇന്ത്യ മതനിരപേക്ഷത 1947 തൊട്ട് സെക്യുലറിസം സ്വീകരിച്ചു. ഇവിടെ ഹിന്ദുക്കൾക്ക് അവരുടെ മതം കൊണ്ടു നടക്കാം, മുസ്ലിങ്ങൾക്ക് അവരുടെ മതം ആചരിക്കാം, ക്രിസ്ത്യാനികൾക്ക് അവരുടേതാകാം, സിഖുകാർക്ക് അവരുടേതാവാം, എന്നെങ്കിലും നിരാകരിച്ചിട്ടുണ്ടോ? ഇനി 18-19 നൂറ്റാണ്ടുകളിൽ യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ സെക്യുലറിസം വന്നപ്പോൾ അവിടെ ക്രിസ്തുമതം പാടില്ല, മറ്റു മതങ്ങൾ പാടില്ല, അങ്ങനെയുള്ള വിശ്വാസം ഇവിടെ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വല്ല രാഷ്ട്രങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോവിയറ്റ് യൂണിയൻ പോലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ മാത്രമായിരുന്നു. അല്ലാതെ ഒരു പാശ്ചാത്യ രാഷ്ട്രത്തിലും മതേതരത്വം എന്നതിന് മതനിഷേധം എന്ന അർത്ഥം ആരും നൽകിയിട്ടില്ല. പിന്നെ മൗദൂദിയും കൂട്ടരും ജമാഅത്തെ ഇസ്ലാമിക്കാരും പറയുന്നുണ്ടല്ലോ, ഇത് പാശ്ചാത്യമാണ്, അത് പൗരസ്ത്യമല്ല, അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സ്വീകാര്യമല്ല, അത് തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. മൗദൂദി ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയുണ്ടാക്കുമ്പോൾ ഒരുപാട് പാശ്ചാത്യമായ ആശയങ്ങൾ കടം കൊണ്ടിട്ടുണ്ട്. ജർമ്മൻ ഐഡിയോളജിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മൗദൂദി ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കുമ്പോൾ കടം കൊണ്ടു. ഹെഗലിൻ്റെ ചിന്തകൾ കടം കൊണ്ടു. മൗദൂദി പറഞ്ഞ എന്താണ്? ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ജൈവാസ്തിത്വമാണ് എന്നാണ്, ഒരു ഓർഗാനിക് ബീങ് ആണെന്നാണ് പറഞ്ഞത്. ഇസ്ലാം എന്ന് പറയുന്നത് ജൈവാസ്തിത്വം. ഇത് എവിടെ നിന്നാണ് കിട്ടിയ മൗദൂദിക്ക്? ഹെഗലിൽ നിന്ന്. ഹെഗൽ പറഞ്ഞു സ്റ്റേറ്റ് ഈസ് എൻ ഓർഗാനിക് ബീങ്, ജൈവാസ്തിത്വമാണ് എന്ന് ഹെഗൽ പറഞ്ഞു. ഹെഗൽ പറഞ്ഞപ്പോൾ ഹെഗൽ എന്താ അർത്ഥമാക്കിയത്? ഹെഗൽ ഉപയോഗിച്ച രൂപകം പോലും മനുഷ്യ ശരീരമാണ്. മനുഷ്യൻ്റെ ശരീരം പൂർണ്ണമാകണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഉണ്ടാകണം. ഒരവയവം മാറ്റിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമാവില്ല, സ്റ്റേറ്റ് പൂർണ്ണമാവില്ല. കാലില്ലെങ്കിൽ സ്റ്റേറ്റ് പൂർണ്ണമാവില്ല, കൈയില്ലെങ്കിൽ സ്റ്റേറ്റ് പൂർണ്ണമാവില്ല. ആ ഒരു രൂപം ഇത് ഇപ്പുറത്തേക്ക് എടുത്തിട്ട് മൗദൂദി അദ്ദേഹം പറഞ്ഞു ഇസ്ലാം ഒരു ജൈവാസ്തിത്വമാണ്, അത് പൂർണ്ണമാകണമെങ്കിൽ അതിൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരണം. അവൻ്റെ സാമൂഹിക ജീവിതം വരണം, അവൻ്റെ രാഷ്ട്രീയ ജീവിതം വരണം, മറ്റെല്ലാ കാര്യങ്ങളും വരണം. അപ്പോൾ രാഷ്ട്രീയ ജീവിതം, മനുഷ്യൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നത് ഇസ്ലാമിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അതെന്താവും? അത് തലവെട്ടിയ മനുഷ്യനെ പോലെയാകും, അല്ലെങ്കിൽ അംഗഭംഗം വന്ന മനുഷ്യനെ പോലെയാകും. ഒരംഗമില്ല, രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ പൂർണ്ണമാവില്ല. ഇത് എവിടെ നിന്നാണ് കിട്ടിയ മൗദൂദിക്ക്? ഹെഗലിൽ നിന്ന്, പാശ്ചാത്യ ദർശനങ്ങളിൽ നിന്ന്. അത് മാത്രമാണോ? മൗദൂദി ജമാഅത്തെ ഇസ്ലാമിക്കാരും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും എങ്ങനെയാണ് സമൂഹത്തെ വർഗീകരിച്ചത്? സമൂഹത്തെ വർഗീകരിച്ചത് ഇസ്ലാം അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹവും ജാഹിലീയത്തുമായിട്ടാണ്. ജാഹിലീയത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമേതരമായ വ്യവസ്ഥകളുടെ പേരാണ്. അത് ഇസ്ലാം അല്ലാത്ത ഏത് വ്യവസ്ഥയും നിരാകരിക്കപ്പെടണം. അപ്പോൾ മൗദൂദിയെപ്പോലുള്ള ഈ ചിന്തകന്മാർ ഈ ഇസ്ലാമിക ലോകം, അനിസ്ലാമിക ലോകം എന്നിങ്ങനെ വർഗീകരിച്ചു. ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന ഇതൊന്ന് പൂർത്തീകരിക്കും, ഞാനിതൊന്ന് പൂർത്തീകരിക്കും. അപ്പോൾ അല്ലെങ്കിൽ അത് വ്യക്തമാവില്ല. ഞാൻ ആദ്യം പറഞ്ഞത് പൂർണ്ണമാകാതെ പോകും. ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അതായത് മൗദൂദി ലോകത്തെ മാനവ സമൂഹത്തെ രണ്ടായിട്ട് വിഭജിച്ചു. ഒന്ന് ഇസ്ലാമിക വിഭാഗം, മറ്റത് അനിസ്ലാമിക വിഭാഗം. മാർസിൻ്റെ വർഗ സിദ്ധാന്തം അപ്പടി കൂപ്പിയടിക്കുകയാണ് ഈ മൗദൂദി ചെയ്തത്. മാർസ് പറഞ്ഞത് എന്താണ്? മാർസ് പറഞ്ഞു മാനവ ചരിത്രം എന്ന് പറയുന്നത്, അറിയപ്പെടുന്ന മാനവ ചരിത്രം എന്ന് പറയുന്നത് ചൂഷകരും ചൂഷിതരും തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ കഥയാണ്, മർദ്ദിതരും മർദ്ദകരും തമ്മിലുള്ള സംഘട്ടനത്തിൻ്റെ കഥയാണ് എന്നാണ് പറഞ്ഞത്. മൗദൂദി എന്താക്കിയത്? മൗദൂദി പറഞ്ഞു മാനവ ചരിത്രം എന്ന് പറയുന്നത് ഇസ്ലാമും ജാഹിലിയത്തും തമ്മിലുള്ള സമരത്തിൻ്റെ കഥയാണ്. മാർസിന് വർഗസമരമായിരുന്നുവെങ്കിൽ ആ സ്ഥാനത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക ഗുരു മതസമര സിദ്ധാന്തം കൊണ്ടുവന്നു. ഇസ്ലാം എന്ന മതം ഒരു വശത്ത്, മറുവശത്ത് ഇസ്ലാം അല്ലാത്ത മതങ്ങളും പിന്നെ മതേതരമായ ആശയങ്ങളും, ഇവ തമ്മിലുള്ള സംഘട്ടനമാണ് മാനവചരിത്രം എന്നാക്കി മാറ്റി. തന്നെയുമല്ല, മാർസ് പറഞ്ഞു റിലീജിയൻ ഈസ് ദി ഓപ്പിയം ഓഫ് ദ പീപ്പിൾ.
മാർസിൻ്റെ പ്രസിദ്ധമായ വാചകമാണല്ലോ, മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് മതം എന്ന് പറഞ്ഞു. മൗദൂദി കോപ്പിയടിച്ച് പറഞ്ഞു സൂഫിസം ഈസ് ദി ഓപ്യം ഓഫ് ദ പീപ്പിൾ. കാരണം ഇദ്ദേഹം സൂഫിസത്തിനെതിരായിരുന്നു. സൂഫിസം ഇസ്ലാമിലെ തന്നെ ഒരു ചിന്താ പദ്ധതിയാണ്, പക്ഷേ അദ്ദേഹം എതിരായിരുന്നു. എന്നിട്ട് പറഞ്ഞു സൂഫിസം എന്ന് പറയുന്നത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. ഇങ്ങനെ കോപ്പിയടിച്ചുണ്ടാക്കിയത്. അതായത് ഈ പാശ്ചാത്യ ദർശനങ്ങളുടെ മേൽ പലതും കടമെടുത്തിട്ട് അതിന് ഇസ്ലാമിൻ്റെ ചായം പുരട്ടുക എന്ന പണിയാണ് മൗദൂദി ചെയ്തത്. ഈ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയുന്ന റൂൾ ഓഫ് ഗോഡ് എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് ഇക്കാമത്തുദ്ദീൻ എന്ന് പറയുന്ന ദീനിൻ്റെ വ്യവസ്ഥ സ്ഥാപിക്കുക എന്ന ആശയത്തിലേക്ക് മാറി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ മാറ്റം പ്രകടമായ മാറ്റമായിട്ടുണ്ടായിട്ടുണ്ടോ അവരുടെ സംഘടനാ സംവിധാനത്തിൽ? 1941 ഓഗസ്റ്റ് 26 ജമാഅത്തെ ഇസ്ലാമി അവിഭക്ത ഇന്ത്യയിൽ ലാഹോറിൽ രൂപവൽക്കരിക്കപ്പെടുന്നത്. 75 പേരാണ് പങ്കെടുത്തത്. അന്ന് തൊട്ട് ജമാഅത്തെ ഇസ്ലാമി അവിഭക്ത ഇന്ത്യയിലുണ്ടായ ജമാഅത്തെ ഇസ്ലാമി അന്ന് തൊട്ട് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര മുദ്രാവാക്യമാണ് ഹുക്കുമത്തെ ഇലാഹി. അത് ഉറുദു പദമാണ്. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭരണം. മൗദൂദിയുടെ കൃതികളിലൊക്കെ നമുക്ക് കാണാം, ഒന്നുകിൽ അള്ളാഹുവിൻ്റെ ഭരണം, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം, അല്ലെങ്കിൽ ഉറുദുവിൽ തന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന മറ്റൊരു ഖുദാക്കി ബാദ്ഷാഹത്ത്. ഖുദ എന്ന് പറഞ്ഞാൽ ഉറുദുവിൽ ദൈവം, ഖുദായുടെ ഭരണം. ഇതൊക്കെയാണ് മൗദൂദി ഉപയോഗിച്ച് പോകുന്നത്. 1941 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടു, പാകിസ്ഥാൻ ഉണ്ടായി. പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഹൈദരാബാദിൻ്റെ ഭാഗമായിരുന്ന ഔറംഗാബാദിൽ ജനിച്ച മൗദൂദി പാകിസ്ഥാനിലേക്ക് കുടിയേറി. വിഭജനം നടന്ന് 10-12 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പോയി. വിഭജനത്തോടുകൂടി ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി പാകിസ്ഥാനും ജമാഅത്തെ ഇസ്ലാമി ഹിന്ദും ആയിട്ട് 2 സംഘടനകളായിട്ട് മാറി. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് 1948 പിന്നെ നിലവിൽ വരുന്നത്. നേരത്തെ അതുണ്ടായിരുന്നു. 1948 പുനഃസംഘടിപ്പിക്കപ്പെട്ടു. 1948 അങ്ങനെ പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോഴാണ് ഇവിടെ അവർ ഹുക്കൂമത്തെ ഇലാഹി എന്നതിൽ നിന്ന്, അതുവരെ ഈ പറയുന്ന 1941 തൊട്ട് 7 വർഷം ഹുക്കൂമത്തെ ഇലാഹി എന്ന മുദ്രാവാക്യം സ്വീകരിച്ച ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ 48 ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു വന്നപ്പോൾ ആ സംജ്ഞ മാറ്റി. ഹുക്കൂമത്തെ ഇലാഹിയുടെ സ്ഥാനത്ത് ഇക്കാമത്തുദ്ദീൻ എന്ന പുതിയ ഒരു പദാവലി കൊണ്ടുവന്നു. ഇത് വാക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, സത്തയിൽ വ്യത്യാസമില്ല, അർത്ഥത്തിൽ വ്യത്യാസമില്ല. ഹുക്കൂമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭരണം, ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീനിൻ്റെ സംസ്ഥാപനം. ദീനിൻ്റെ സംസ്ഥാപനം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെ സംസ്ഥാപനം എന്ന് അർത്ഥമാക്കാം, ഇസ്ലാം മതത്തിൻ്റെ സംസ്ഥാപനം എന്ന് അർത്ഥമാക്കാം. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകാചാര്യൻ ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യഗണത്തെ പഠിപ്പിച്ചത് ദീൻ എന്നതിനർത്ഥം മതം എന്ന് മാത്രമല്ല, ദീൻ എന്നതിന് സ്റ്റേറ്റ്, രാഷ്ട്രം എന്നും അർത്ഥമുണ്ട്, സ്റ്റേറ്റ് ഭരണം എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ഇക്കാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ അർത്ഥം എന്താണ്? ദീനിൻ്റെ സംസ്ഥാപനം എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഭരണത്തിൻ്റെ സംസ്ഥാപനം എന്ന് തന്നെയാണ്. ഇസ്ലാമിക പ്രബോധനത്തിലൂടെ ഒരു സാമൂഹിക പരിവർത്തനം സംഭവിക്കുകയും അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു കൊടുത്തിട്ടുള്ള അവകാശമാണ്. ആർക്കും അവരവരുടെ മതം വിശ്വസിക്കാം, അത് പ്രചരിപ്പിക്കാം. അങ്ങനെ പ്രചരിപ്പിച്ച് സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു യുദ്ധം ഉണ്ടാക്കി ഒരു വിപ്ലവം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിൽ മതരാഷ്ട്രവാദം ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ പ്രബോധനത്തിലൂടെ ഇവിടെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുക എന്നല്ലേ അതിനർത്ഥം. നേരെ പറഞ്ഞാൽ എന്താണ് പ്രബോധനത്തിലൂടെ അവരുടെ ലക്ഷ്യം എന്താ? ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രബോധനത്തിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? അവരുടെ മതേതര ഭരണം സ്ഥാപിക്കാനാണോ? കോൺഗ്രസ് ഉണ്ടാക്കിയ പോലെ മതേതര ഭരണം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കുന്ന പോലെ മതേതര ഭരണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ അവർ ഈ പ്രബോധനം നടത്തുന്നത്? അല്ല, പ്രബോധനത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ആ പ്രബോധനത്തിലൂടെ വരാൻ പോകുന്ന സംവിധാനം അത് മറ്റു മതങ്ങളെ കൂടി ഉൾക്കൊള്ളുന്നതായിരിക്കും. പ്രത്യേകിച്ച് നബി അങ്ങനെ ഒരു മാതൃക കാണിച്ചിട്ടുണ്ട്. മക്കയിൽ ഭരണം സ്ഥാപിക്കുമ്പോൾ അവിടെ ജൂതന്മാരുണ്ടായിരുന്നു, മറ്റു മതക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്ന ഒരു മാതൃക നബി തന്നെ മുഹമ്മദ് നബി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, അവിടെ ആരായിരിക്കും
ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖനായ ഭരണാധികാരി ഹിന്ദുവായിരിക്കുമോ, ക്രിസ്ത്യാനിയായിരിക്കുമോ, സിഖുകാരനായിരിക്കുമോ? ഒരു മതേതര രാഷ്ട്രത്തിൽ നിങ്ങളുടെ മതം നോക്കാതെ ആർക്കും പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയുമാകാം. ഇവർ ഈ പറയുന്ന അവർ പ്രബോധനത്തിലൂടെ ഇസ്ലാം മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം രൂപീകരിക്കുമ്പോൾ, ഒരു ഭരണം രൂപീകരിക്കുമ്പോൾ, ഭരണവ്യവസ്ഥ ഉണ്ടാക്കുമ്പോൾ ഭരണാധികാരി ആരായിരിക്കും? ഭരണാധികാരി ആരായാലും അവിടെ നമ്മൾ ഭരണാധികാരി ഒരു നീതിമാനായിരിക്കും എന്നുള്ളതാണ് വാദം. നീതിമാൻ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയൊക്കെയാണല്ലോ പ്രശ്നം. നീതിമാൻ, ഗാന്ധി നീതിമാനായിരുന്നു അല്ലേ? ഗാന്ധിയെപ്പോലെ ഒരാൾ ഉണ്ടെങ്കിൽ, ഗാന്ധി ഇപ്പോഴില്ല, മഹാത്മാഗാന്ധി പുനർജനിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി പറയുന്നത് പോലെ ഇന്ത്യക്കാരെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തുകൊണ്ട് അവരൊരു രാഷ്ട്രമുണ്ടാക്കിയാൽ, അവരൊരു ഗവൺമെൻറ് ഉണ്ടാക്കിയാൽ മഹാത്മാഗാന്ധിയെ അവർ പ്രസിഡൻറ്റോ പ്രധാനമന്ത്രിയോ ആക്കൂ? ഇല്ല. മൗദൂദി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. മൗദൂദി പറഞ്ഞു വെച്ചിരിക്കുന്നു ഈ പറയുന്ന ഈ പിന്നെ ഉമറിന്റെ ഭരണത്തെയൊക്കെ ഗാന്ധിയും പുകഴ്ത്തിയിട്ടുണ്ട്. ഗാന്ധി പുകഴ്ത്തിയതെങ്കിൽ ഗാന്ധിയെ പറ്റി നേരത്തെയും പറഞ്ഞല്ലോ. അതായത് ഗാന്ധിയും പാശ്ചാത്യ ജനാധിപത്യത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. പാശ്ചാത്യ ജനാധിപത്യത്തെ ഗാന്ധി തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഗാന്ധി പറഞ്ഞത് എന്താണ്? ഗാന്ധി പറഞ്ഞത് പരിപൂർണമായ ധാർമ്മികാടിസ്ഥാനത്തിൻ കീഴിൽ ജനങ്ങളുടെ പ്രാതിനിധ്യ ഭരണത്തെയാണ് ഞാൻ ജനാധിപത്യമെന്ന് വിളിക്കുന്നത് എന്നാണ് ഗാന്ധി പറഞ്ഞത്. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയുന്നത് എന്താണ്? പരമാധികാരം എന്ന് പറയുന്നത് ജനങ്ങൾക്കല്ല, അള്ളാഹുവിനാണ്. അള്ളാഹുവിന് പരമാധികാരം നൽകുന്ന ഒരു വ്യവസ്ഥയാണ് ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെക്കുന്നത്. ഇനി ഇവരിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താ? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം വേണം എന്നാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യം പറഞ്ഞത്. മാത്രവുമല്ല, ഭരണമില്ലാത്ത ഇസ്ലാം സങ്കല്പ വീട് പോലെയാണ് എന്നും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആചാര്യൻ എഴുതി വച്ചിട്ടുണ്ട്. അവർ മാറ്റി പറഞ്ഞു. ഇപ്പോൾ ജീവിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർ, ഈ പറയുന്ന മുജീബ് റഹ്മാനായാലും ആരിഫ് അലി ആയാലും അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാക്കിയുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരായാലും അവരുടെ ഏതെങ്കിലും ഒരു ലേഖനത്തിൽ അവർ പറയട്ടെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം വേണ്ട. അവർ പറയട്ടെ ഭരണമില്ലാത്ത ഇസ്ലാം സങ്കല്പ വീട് പോലെയാണ് എന്ന മൗദൂദിയൻ ഭാഷ്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തുറന്ന് പറയട്ടെ. അതൊന്നും അവർ പറയുന്നില്ല. ഇപ്പോഴും അവർക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഭരണം വേണം. പക്ഷേ ഇന്ന് അങ്ങനെ തുറന്നു പറയാനുള്ള ചങ്കുറപ്പ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ കാരണമാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അതാണ് പറയുന്നത്. ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞാൽ, വോട്ട് ചെയ്യുന്നത് ഹറാമാണ് എന്ന് പറഞ്ഞാൽ, ഷിർക്കാണ് എന്ന് പറഞ്ഞാൽ, സർക്കാർ ജോലി സ്വീകരിക്കരുത് എന്ന് പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പറയുന്നു മതേതരത്വം ഞങ്ങൾ അംഗീകരിക്കുന്നു, ഇന്ത്യൻ ദേശീയതയെ അംഗീകരിക്കുന്നു, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വരാനുള്ള കാരണം എന്തായിരിക്കും? അത് പറയാം. ജനാധിപത്യം 1947 രാജ്യം സ്വതന്ത്രമായി. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന 1952 1952 പൊതു തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്ന സമയം വന്നപ്പോൾ, ഘട്ടം വന്നപ്പോൾ, അന്നത്തെ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിൻ്റെ അമീറായിരുന്ന മൗലാന അബുല്ലൈസ് ഒട്ടേറെ ലേഖനങ്ങളും അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ മുഖപ്രസംഗങ്ങളും ഒക്കെ എഴുതി. അതിൽ വിശദീകരിച്ചുകൊണ്ട് ഇരുന്നത് എന്താണെന്ന് അറിയാമോ? എന്തുകൊണ്ട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൂടാ? അതായത് ഇലക്ഷൻ വരാൻ പോകുന്നു, പക്ഷേ മുസ്ലിങ്ങൾ വോട്ട് ചെയ്യാൻ പാടില്ല, എന്തുകൊണ്ട് പാടില്ല എന്ന് വിശദീകരിക്കുക. പറയുന്നത് എന്താ വിശദീകരണം? 1952 അതായത് പിന്നെ മൗദൂദിയൊക്കെ പോയി ഇവിടുന്ന് 1952 ഇഖാമത്തുദ്ദീനാണ്, ഹുക്കൂമത്തെ ഇലാഹി പോയി. അപ്പോൾ പറയുന്നത് എന്താണ്? ഇവർ പറയുന്നത് എന്താ? മതവും ഭരണകൂടവും എന്ന് പറയുന്നത് രണ്ടാവുക സാധ്യമല്ല. ഇവിടെ മതേതര റിപ്പബ്ലിക്കായി മാറിയിരിക്കുന്നു ഇന്ത്യ. ഇവിടെ ഗവൺമെൻറ്, ഇവിടുത്തെ പിന്നെ സമ്പ്രദായം മതേതര ഭരണ സെക്യുലർ ഡെമോക്രസിയാണ്. ആ വ്യവസ്ഥയിൽ മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൂടാ. കാരണം അവിടെ പരമാധികാരികളാകാൻ പോകുന്നത് ജനങ്ങളാണ്, മനുഷ്യരാണ്. ദൈവം ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലുള്ള ഒരു താഗൂത്തി ഗവൺമെൻറ് എന്നാണ് അതിനവർ പറയുന്നത്. അനിസ്ലാമിക ഗവൺമെൻറ്റിന് വേണ്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ, സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനോ വോട്ട് രേഖപ്പെടുത്താനോ മുസ്ലിങ്ങൾ പോകാൻ പാടില്ല എന്ന് വിശദീകരിക്കുക ചെയ്തത്. 52 ഇലക്ഷൻ കഴിഞ്ഞു, 57 രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് വന്നു, വോട്ട് ചെയ്തില്ല. 62 മൂന്നാമത്തത് വന്നു, വോട്ട് ചെയ്തില്ല. 67 നാലാമത്തത് വന്നു, വോട്ട് ചെയ്തില്ല. അന്ന് ഒന്നും സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള അവകാശം ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വം അവരുടെ ആളുകൾക്കല്ല, മുസ്ലിങ്ങൾക്ക് തന്നെ, മുസ്ലിങ്ങളോട് മുഴുവൻ പറഞ്ഞതാണ് നിങ്ങൾ രേഖപ്പെടുത്തരുത്, കാരണം ഇസ്ലാമിനെതിരാണ്, അത് അനിസ്ലാമികമാണ്. ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഗവൺമെൻറ് അനിസ്ലാമികമാണ്. ഈ അനിസ്ലാമിക ഗവൺമെൻറ്റിന് വേണ്ടി വോട്ട് ചെയ്യുകയോ അനിസ്ലാമിക ഗവൺമെൻറ്റിന് കീഴിൽ ജോലി നേടുകയോ
അതിൻ്റെ കീഴിൽ ജോലി നേടി ഉപജീവനം നടത്തുകയോ ചെയ്യുന്നത് ഇസ്ലാമിന് വിരുദ്ധമാണ് എന്ന് സിദ്ധാന്തിച്ചു പോന്നു. 67 വരെ വോട്ട് ചെയ്തില്ല. പിന്നെ 1975 ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ ഭരണകൂടം ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെൻറ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ RSSനെ പോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിച്ചു. ജമാഅത്തെ ഇസ്ലാമിക്കാരും ജയിലിൽ പോയി. നമ്മുടെ കേരളത്തിലൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാർ ജയിലിൽ പോയിട്ട് പിന്നെ ചെയ്തത് എന്താണെന്നുള്ളത് അങ്ങാടിപ്പാട്ടാ. RSSകാർ ജയിലിൽ കിടന്നു. അന്ന് മാർക്സിസ്റ്റ് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ജയിലിൽ കിടന്നു. ഇവർ എഴുതി കൊടുത്തു, ഞങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ ഉൾപ്പെടെയുള്ളവർ. അതാണ് ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഈ ജമാഅത്തെ ഇസ്ലാമി നിരോധിക്കപ്പെട്ടു. 75 അടിയന്തരാവസ്ഥ വന്നു. 77 അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെടുന്നു. പിന്നീട് നടന്ന 1977 മാർച്ചിലാണ് പിന്നീട് പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുന്നത്. ഈ പാർലമെൻറ്റ് ഇലക്ഷൻ നടക്കുമ്പോൾ നിരോധിക്കപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി വീണ്ടും രംഗത്ത് വന്നിരുന്നില്ല. അവർക്ക് പിന്നെ നിരോധനമൊക്കെ കഴിഞ്ഞ് ഔദ്യോഗികമായിട്ട് രംഗത്ത് അവർ വന്നിരുന്നില്ല. ആ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിക്കാരായ ആളുകൾ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടന ഇല്ലാത്ത സാഹചര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൻ്റെ തന്നെ ആശീർവാദത്തോടു കൂടി തങ്ങളെ നിരോധിച്ച കോൺഗ്രസ്സിനെ തോൽപ്പിക്കണം എന്നുറച്ച് അന്ന് പാർലമെൻറ്റ് ഇലക്ഷനിൽ വോട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം വന്ന ഗവൺമെൻറ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്തുണ്ടാക്കിയ ഭരണഘടനാ ഭേദഗതി അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം നൽകിയിരുന്നു. അത് പുതുതായിട്ട് വന്ന സർക്കാർ പിൻവലിച്ചു. അത് പിൻവലിച്ചതോടുകൂടി ആദ്യം അവർക്ക് പിന്നെ ഒരു സമ്മതമൊക്കെ നൽകിയിരുന്നു. 1977 പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് മെയ്യിൽ വന്ന സംസ്ഥാന അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യാൻ ഔദ്യോഗികമായിട്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമി സമ്മതിച്ചു. പിന്നീടാണ് ഈ പറയുന്ന കേന്ദ്ര നിയമം ആ ഭേദഗതി ഭരണഘടനാ ഭേദഗതി ഭേദഗതി എന്ന് പറഞ്ഞാൽ നിയമം ഇല്ലാതാക്കി കേന്ദ്രത്തിന് കൂടുതൽ അധികാരം നൽകുന്ന നിയമം പിൻവലിച്ചോടുകൂടി ജമാഅത്തെ ഇസ്ലാമി വോട്ടവകാശം പിന്നെയും വിലക്കി. വോട്ട് ചെയ്യാൻ പാടില്ല എന്നാക്കി 1977 തന്നെ. പിന്നെ എപ്പോഴാണ് ഈ പറയുന്ന സമ്മതിദാന വിലക്ക് എടുത്തു കളഞ്ഞത്? 1985. 1985 ശേഷമാണ് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങിയത്. അതുവരെ പഞ്ചായത്ത് ഇലക്ഷനിൽ പോലും വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു. അതിന് കാരണമുണ്ട്. എന്താ കാരണം? ജമാഅത്തെ ഇസ്ലാമിക്കാർ 1947 തൊട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ മുസ്ലിങ്ങൾ വോട്ടവകാശം വിനിയോഗിക്കാൻ പാടില്ല, സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാടില്ല, ഈ ഭരണത്തിൽ പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഉത്ബോധനം ഉൾക്കൊള്ളാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും ഇന്ത്യയിലെ മുസ്ലിങ്ങളിലെ 99.9% പോലും മുന്നോട്ട് വന്നില്ല. എത്രയോ പേര് മത്സരിച്ചു. കോൺഗ്രസിൻ്റെ ടിക്കറ്റിൽ മത്സരിച്ചു, മറ്റ് പാർട്ടികളുടെ ടിക്കറ്റിൽ മത്സരിച്ചു. 1952 നടന്ന തെരഞ്ഞെടുപ്പിൽ 10-25 മുസ്ലിം MP മാരുണ്ടായിരുന്നു. അങ്ങനെ MP 20-25 ഒക്കെ ആയിട്ട് മുസ്ലിം MP മാരൊക്കെ ഉണ്ടായി. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് മനസ്സിലായി തങ്ങളുടെ ഈ വോട്ട് വിലക്ക് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം 1985 ആകുമ്പോഴത്തേക്ക് ഇവിടെ രാമജന്മഭൂമി പ്രശ്നം, ബാബറി മസ്ജിദ് പ്രശ്നമൊക്കെ കലുഷമായിക്കൊണ്ടിരുന്നു. തന്നെയുമല്ല അതുവരെ അത്ര ശക്തമല്ലാതിരുന്ന BJP പോലുള്ള RSS പോലുള്ള വിശ്വ ഹിന്ദു പരിഷത്ത് പോലുള്ള സംഘടനകൾ കരുത്താർജിക്കാനും തുടങ്ങി. ഇങ്ങനെ വന്നപ്പോഴാണ് ഇനി നമ്മൾ ഈ മതേതരത്വത്തെ എതിർത്തുകൊണ്ടിരുന്നാൽ നമുക്ക് രക്ഷയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് തങ്ങളും മതേതരത്വം അംഗീകരിക്കുന്നു എന്ന് പറയാൻ അവർ തുടങ്ങിയത്. അത് ഹൃദയമറിഞ്ഞുള്ള ഈ മതേതരത്വത്തോടുള്ളൊരു സ്നേഹമല്ല, സാഹചര്യം അവരെ അതിന് നിർബന്ധിക്കുകയാണ്. ഇത് പിന്നെ പാകിസ്ഥാനിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ബംഗ്ലാദേശിലുമൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. ഇന്ത്യയിൽ 2 ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് എന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യയിൽ 2 ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് ഉണ്ടായത്? ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് 1948 ഉണ്ടായാൽ അത് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. പക്ഷേ ആ സംഘടനയിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമി ജമ്മു കാശ്മീരിൽ ഒഴിവാക്കി. ഇന്ത്യയുടെ സംസ്ഥാനമായത് ജമ്മു കാശ്മീരിൽ ഒഴിവാക്കി.
എന്നിട്ട് 1953 ജമ്മു കാശ്മീരിൽ മാത്രമായിട്ട് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടാക്കിയവർ. കാരണം എന്താ? അവിടെ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിച്ചത് ഇന്ത്യയുടെ മറ്റ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ ഈ പറയുന്നു ഞങ്ങൾ പ്രബോധനത്തിലൂടെ ഇങ്ങനെ ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞ പോലെയല്ല. അവർ ഒന്നാം തരം ഹിംസാത്മകമായ പ്രവർത്തനം നടത്തിയിരുന്നത്. 1980കളിൽ അവിടെ അവരുടെ ജമിയത്ത് തുലബ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അന്ന് ഇന്ത്യൻ പട്ടികൾ കാശ്മീർ വിട്ടു പോവുക എന്ന മുദ്രാവാക്യം മുഴക്കിയിരുന്നത്. അവരുടെ ഹിസ്ബുൽ മുജാഹിദീൻ എന്നത് ഒരു തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമാണ്. അവരാളുകളെയൊക്കെ വേട്ടയാടിയിട്ടുണ്ട്. ആ രൂപത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം ഞാൻ പറഞ്ഞു. ഇതാണ് കാരണം. ഇവിടെ RSSും BJPയും വളർന്നു, നെൽക്കക്കള്ളി ഇല്ലാതായി. ഇത് തന്നെയാണ് പാകിസ്ഥാനിലെയും അവസ്ഥ. പാകിസ്ഥാനിലും ഇപ്പം കുറേ മാറിയില്ലേ, ബംഗ്ലാദേശിലും മാറി. എന്താ കാരണം? എന്താ ഇപ്പോൾ അവർ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു, നേരത്തെ പങ്കെടുക്കാൻ തുടങ്ങി. കാരണം എന്താ? കാരണം അവർ ഒരു കാലത്ത് നിരാകരിച്ച ജനാധിപത്യം, പാശ്ചാത്യ ആശയം എന്ന നിലയ്ക്ക് അവർ നിരാകരിച്ച സെക്യുലർ ഡെമോക്രസി എന്ന ആശയമില്ലാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ല. അവർ എന്ത് വേണ്ട എന്ന് പറഞ്ഞുവോ ആ സാധനമാണ്, അതായത് ജനാധിപത്യം എന്ന സാധനമാണ് അവർക്ക് പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ഇന്ത്യയിലായാലും പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നത്. അതുകൊണ്ട് അവർക്ക് ഇപ്പം ഞങ്ങൾക്ക് മതേതര ജനാധിപത്യം വേണം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. ഒരു പാർട്ടി രൂപീകരിച്ചു, വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത് പാർട്ടി രൂപീകരിക്കുന്നു, വോട്ട് ചെയ്യുന്നു, മതേതരത്വത്തിനു വേണ്ടി സംസാരിക്കുന്നു. അങ്ങനെ ഒരു നല്ല മാറ്റത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമി വന്നാൽ അതൊരു പോസിറ്റീവായി കണ്ടുകൂടെ? ശരിക്കും പറഞ്ഞാൽ അവർ നേരത്തെയൊക്കെ ജനാധിപത്യ വിരുദ്ധമായി പെരുമാറിയിരുന്ന, മതേതര വിരുദ്ധമായി പെരുമാറിയിരുന്നൊരു സംഘടന അവർ ഒന്ന് പരിഷ്കരിച്ചു വരുന്നതിനെ പോസിറ്റീവായല്ലേ അതിനെ കാണേണ്ടത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജനസംഘം ഉണ്ടായിരുന്ന കാലത്ത് ഉള്ള ആ പാർട്ടിയാണോ ഇപ്പോഴത്തെ BJP എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ള ജനസംഘത്തിൽ നിന്ന് ഒരുപാട് മാറിക്കഴിഞ്ഞു. നേരത്തെയുള്ള ജനസംഘം പറഞ്ഞുകൊണ്ടിരുന്ന പല ആശയങ്ങളും ഇപ്പോഴവർ പറയുന്നില്ല. ആശയങ്ങൾ അവിടെ ഉണ്ടാവും, പക്ഷേ ഇപ്പോഴവർ അതങ്ങനെ പറയുന്നില്ല. ഇപ്പോൾ അവരും തങ്ങളും ജനാധിപത്യവാദികളാണ് എന്ന നിലപാടല്ലേ സ്വീകരിക്കുന്നത്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് 2024 2014 BJP അധികാരത്തിൽ വന്നു. 2019 വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് മാത്രം തനിച്ച് ഭരിക്കാവുന്ന അവസ്ഥയിൽ വന്നു. 2024 ആകുമ്പോഴത്തേക്ക് BJP ഒരല്പം താഴോട്ട് പോയിരിക്കുകയാണ്. സ്വന്തം ഭരിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി അവരാഗ്രഹിക്കുന്നത് പോലെ 2029 നടക്കുന്ന അല്ലെങ്കിൽ 2034 നടക്കുന്ന ഇലക്ഷനിൽ, പാർലമെൻറ്റ് ഇലക്ഷനിൽ അവർക്ക് 2/3 ഭൂരിപക്ഷം കിട്ടിയാൽ അവരിപ്പോൾ പറയുന്ന നിലപാടായിരിക്കുമോ സ്വീകരിക്കുക? അവർ ഭരണഘടന പൊളിച്ചെഴുതും. അവർ ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കും. ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് വെൽഫെയർ പാർട്ടി ഇപ്പോൾ ഉണ്ടാക്കാം. നിങ്ങൾക്ക് അത് പോസിറ്റീവാണെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ ഇന്ത്യയിൽ സാധ്യമല്ല തൽക്കാലം. പക്ഷേ ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കാൻ പറ്റുമാറ് അവർക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞാൽ അവർ RSSനെ പോലെ, RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കുന്നത് പോലെ അവർ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കും, ഇസ്ലാമിക ഭരണമുണ്ടാക്കും. ഇസ്ലാമിക ഭരണം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ മുഹമ്മദ് നബി മദീനയിലുണ്ടാക്കിയ ആ ഏർപ്പാടൊന്നുമല്ല. അവിടെ ഒരു മതരാഷ്ട്രത്തിൽ, അതേത് മതരാഷ്ട്രമായാലും, ഹിന്ദു മതരാഷ്ട്രമായാലും ഇസ്ലാമിക രാഷ്ട്രമായാലും, അവിടെയൊക്കെ സിറ്റിസൺസ് അല്ല പിന്നെ ഉണ്ടാകുക. ഒരു മതരാഷ്ട്രത്തിൽ, ഒരു തിയോക്രാറ്റിക് സ്റ്റേറ്റിൽ സിറ്റിസൺസ് ഇല്ല. അവിടെയുള്ളത് വിശ്വാസികൾ മാത്രമാണ്. അപ്പോൾ ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ, ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിക്കഴിഞ്ഞാൽ വിശ്വാസികൾ ആരാണ്? വിശ്വാസികൾ ജമാഅത്തെ ഇസ്ലാമിയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ. അല്ലാത്തവരാരാണ്? അവർ സിറ്റിസൺസ് അല്ല, അവർ പിന്നെ സംരക്ഷിത പ്രജകൾ ആണ് എന്നാണ് അവിടെ തന്നെ ഒരു ടെർമിനോളജിയാണ്. സംരക്ഷിത പ്രജകളാണ്. പ്രജകൾ, സബ്ജക്ട്സ്, സിറ്റിസൺസ് അല്ല, സംരക്ഷിത പ്രജകളാണ് അവർ. അവർക്ക് സംരക്ഷണം നൽകും. പക്ഷേ അവർക്ക് അധികാരത്തിൻ്റെ മേൽത്തട്ടിലേക്കൊന്നും ഒരു കാലത്തും പ്രവേശനം കൊടുക്കേണ്ടി വരും. അവിടെയാണ് ഇപ്പോൾ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്നത്. തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. കാരണം ജമാഅത്തെ ഇസ്ലാമി പോലുള്ള സംഘടനയ്ക്കോ ഒരു ഇസ്ലാമിക പ്രസ്ഥാനത്തിനോ ഇന്ത്യയിൽ തൽക്കാലം അങ്ങനെ അധികാരത്തിൽ വരാനുള്ള യാതൊരു സാധ്യതയുമില്ല. CPM ആണ് ഈ ചർച്ചകൾക്കൊക്കെ തുടക്കം കുറിക്കുന്നത്. CPM ജമാഅത്തെ ഇസ്ലാമിയെ വല്ലാതെ കടന്ന് ആക്രമിക്കുന്നു. വിജയരാഘവനെ പോലുള്ള ആളുകൾ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ പോലും ഇത്തരത്തിലുള്ള തീവ്രവാദ ശക്തികളാണെന്ന് പറയുന്നു. പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി ജമാഅത്തെ ഇസ്ലാമിയെ CPM തിരിച്ചറിയുകയാണോ ചെയ്യുന്നത്? ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കാൻ വാസ്തവത്തിൽ CPMന് അധികാരമില്ല, അവകാശമില്ല.
CPM പറയുന്നത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ പറയുന്ന പൊളിറ്റ് ബ്യൂറോ മെമ്പർ പറഞ്ഞത് അവിടെ വയനാട് പാർലമെൻറ്റ് ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധി ജയിച്ചത് വർഗീയ പാർട്ടികളുടെ വോട്ട് നേടിയിട്ടാണ് എന്നാണ്. ഇനി വർഗീയ പാർട്ടി എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാകും? 10,000-ൽ കൂടില്ല. അതുകൊണ്ടൊന്നുമില്ല, അവിടെ ഒരു 3.5 ലക്ഷം ഭൂരിപക്ഷം അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടില്ലെങ്കിലും SDP-യുടെ വോട്ടില്ലെങ്കിലും ഒക്കെ അവർ ജയിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, CPM എന്ന പാർട്ടി പലപ്പോഴും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നേടിയിട്ടുണ്ട് ഇലക്ഷനിൽ. ഇപ്പം ഞാൻ ഉൾപ്പെടുന്ന മുക്കം മുനിസിപ്പാലിറ്റി 2015 വരെ പഞ്ചായത്തായിരുന്നു. 2010 ഞങ്ങളുടെ മുക്കം പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ LDFന് ഭൂരിപക്ഷമില്ല. ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രതിനിധി ജയിച്ചിരുന്നു, ഒരു വനിത. ആ വനിതാ മെമ്പറെ കൂട്ടിയാണ് 2010 തൊട്ട് 2015 വരെ CPM ഞങ്ങളുടെ മുക്കം പഞ്ചായത്ത് ഭരിച്ചത്. അവിടെ മാത്രമല്ല, അതിനപ്പുറത്തുള്ള കൊടിയത്തൂർ പഞ്ചായത്തിലും കാരശ്ശേരി പഞ്ചായത്തിലും മലപ്പുറം ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിലും കണ്ണൂർ ജില്ലയിലുമൊക്കെ ഇതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് കൂട്ടുചേർന്ന് ഭരണം നടത്തിയിട്ടുണ്ട് CPIM. 2010 ഇലക്ഷൻ കഴിഞ്ഞ് 2015 ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് മുക്കം മുനിസിപ്പാലിറ്റിയായി. അവിടെ വീണ്ടും LDF അധികാരത്തിൽ വന്നത് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ 3 പ്രതിനിധികളെ കൂട്ടുപിടിച്ചിട്ടാണ്. എന്നിട്ട് ഭരണമായിരുന്നു അവിടെ. അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരും വെൽഫെയർ പാർട്ടിക്കാരും ഒന്നിച്ച് ഭരണം നടത്തിയ CPIM-കാരും ഈ പറയുന്ന വെൽഫെയർ പാർട്ടിക്കാരുമായ ജമാഅത്തെ ഇസ്ലാമിക്കാരും ഒരുമിച്ച് ഭരണം നടത്തുകയായിരുന്നു അവിടെ. അതുപോലെ പലയിടത്തും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പാർലമെൻറ്റ് ഇലക്ഷൻ വരുമ്പോൾ, അതുപോലെ അസംബ്ലി ഇലക്ഷൻ വരുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കന്മാരെ കാണാൻ പോകുന്ന പതിവ് CPIM-ൻ്റെ നേതാക്കന്മാർക്കുണ്ടായിരുന്നു. ഇപ്പോഴും എന്തോ ചില കാരണങ്ങൾ അവർ അകന്നു നിൽക്കുന്നു എന്നല്ല. അവർ ആ പിന്തുണ UDF-നും കൊടുക്കുകയാണ്. അതായിരിക്കാം ഒരുപക്ഷെ CPIM-നെ പ്രകോപിപ്പിക്കുന്നത്. അതെ, ഇപ്പോൾ UDF-ന് ആണ് അവർ കൊടുക്കുന്നത്. അതും ഇവർ ചിന്തിക്കാത്തതുകൊണ്ടല്ലേ. എന്തുകൊണ്ടാണ് UDF-ന് കൊടുക്കുന്നത്? UDF-ന് കേരളത്തിൽ മാത്രമേ കൊടുക്കുന്നത്. രാജസ്ഥാനിലെ CPIM-ൻ്റെ സ്ഥാനാർത്ഥി എങ്ങനെയാണ് ജയിച്ചത്? ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടും കൂടി നേടിയിട്ടല്ലേ. അതുപോലെ തമിഴ്നാട്ടിൽ എങ്ങനെയാണ് ജയിച്ചത്? അവിടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ട് പോയ CPIM-നല്ലേ. അവിടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ വോട്ടാവാം, ഇവിടെ പാടില്ല. ഇവിടെ മാത്രം ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് വർജ്യമാവുക അവർക്ക്? അത് ശരിയല്ലല്ലോ, ആ കാഴ്ചപ്പാട് ശരിയല്ല. അപ്പോൾ ഇവിടെ തൽക്കാലം UDF-നോടൊപ്പം നിൽക്കുന്നു എന്നതുകൊണ്ട് ആണ്. അങ്ങനെ UDF-നോടൊപ്പം നിൽക്കാൻ കാരണം എന്താ? ജമാഅത്തെ ഇസ്ലാമി. അതുകൂടി CPIM പരിശോധിക്കണ്ടേ? അതിങ്ങനെ നിൽക്കാൻ കാരണം അവർക്ക് തൽക്കാലം എതിർക്കേണ്ടത് കേന്ദ്രത്തിൽ, തൽക്കാലം അവരുടെ ആഗ്രഹം കേന്ദ്രത്തിൽ BJP അധികാരത്തിൽ വരുന്നത് പറ്റുമെങ്കിൽ ഇല്ലാതാക്കണം. അതിന് കോൺഗ്രസ്സിനെ കഴിയും. കാരണം കോൺഗ്രസ്സിനെ പോലെ അഖിലേന്ത്യാ സാന്നിധ്യമുള്ള മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ന് ഇന്ത്യയിലില്ല. CPIM ആണെങ്കിൽ കേരളത്തിൽ മാത്രമായി ചുരുങ്ങിയ വളരെ ശുഷ്കിച്ചൊരു പാർട്ടിയായി മാറിയിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിൽ കൂടുതൽ UDF സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു വരട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അവർ വോട്ട് ചെയ്യുന്നത്. അതല്ലാതെ അവർക്ക് കോൺഗ്രസിനോട് ആഭിമുഖ്യമുണ്ടായിട്ടൊന്നുമല്ല. അവർ കോൺഗ്രസിനെയും കാണുന്നത് എങ്ങനെ? ഈ പറയുന്ന പോലെ മതേതര ജനാധിപത്യം, തങ്ങൾ വാസ്തവത്തിൽ ഇഷ്ടപ്പെടാത്ത മതേതര ജനാധിപത്യത്തിൻ്റെ വക്താക്കളാണ്. പക്ഷേ അവിടെ അപ്പുറത്ത് ഏറ്റവും വലിയ ശത്രു RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘപരിവാറുണ്ട്. അവർ ഭരണം നടത്തുന്നു. അവരെ ഭരണത്തിൽ നിന്നിറക്കാൻ പറ്റിയ ഒരു വഴി എന്ന നിലയ്ക്ക് മാത്രമായി ചെയ്യുന്നത്. ഈ ലീഗ് മുസ്ലിം സമുദായത്തിനകത്ത് മതേതര പ്ലാറ്റ്ഫോമിൽ മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ആ ലീഗിനകത്തേക്ക് കൂടി നുഴഞ്ഞു കയറുന്നു എന്നുള്ളതാണ് CPM-ൻ്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണം. ജമാഅത്തെ ഇസ്ലാമി ഈ ലീഗിനകത്തേക്ക് മാത്രമല്ല നുഴഞ്ഞു കയറുന്നത്. അത് CPM മനസ്സിലാക്കാതെ പോകുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമി CPM-ലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? മുസ്ലിം ലീഗിലേക്കും കോൺഗ്രസിലേക്കും CPM-ലേക്കും മറ്റു പാർട്ടികളിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി നുഴഞ്ഞു കയറുന്നുണ്ട്. ഇനി ജമാഅത്തെ ഇസ്ലാമി കാന്തപുരം സുന്നി പ്രസ്ഥാനത്തിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? അതുപോലെ മറ്റേ സമസ്തയിലേക്ക് നുഴഞ്ഞു കയറുന്നില്ലേ? മുജാഹിദുകളിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. ഇതിനെപ്പറ്റി ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ 2011 മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബൗദ്ധിക ജിഹാദ്, ഇൻ്റലക്ച്വൽ ജിഹാദിനെ കുറിച്ച് ഒരു ലേഖനം എഴുതിയിരുന്നു. ഇൻ്റലക്ച്വൽ ജിഹാദ് എന്ന് പറയുന്നത് അവർ നടത്തുന്ന ജിഹാദ് എന്ന് പറയുന്നത് മറ്റേ കായിക ജിഹാദല്ല. അവർ ബൗദ്ധിക ഇൻ്റലക്ച്വൽ ജിഹാദ് നടത്തുന്നു. 2011 ഞാനത് എഴുതിയത്.
1987 ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ മാധ്യമം പത്രം നിലവിൽ വന്നു. മാധ്യമം പത്രം നിലവിൽ വന്നപ്പോൾ അവർ ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, ഒരു അമുസ്ലിം പത്രാധിപരെ തെരഞ്ഞു നടന്നു. കാരണം മാധ്യമം പത്രം വരുമ്പോൾ മുസ്ലിം പത്രാധിപരായാൽ ആൾക്കാർ ഇതൊരു മുസ്ലിം പത്രമാണ് എന്ന് വിലയിരുത്തുകയും പല ആളുകളും വാങ്ങാതിരിക്കുകയും ചെയ്യും. അതിന് പലരെയും സമീപിച്ചു. സുമാർ അഴീക്കോടിനെ സമീപിച്ചു, NV കൃഷ്ണവാര്യരെ സമീപിച്ചു. അവസാനം നമ്മുടെ ആരായിരുന്നു പത്രാധിപരായി വന്നത്? ബാലകൃഷ്ണൻ. ബാലകൃഷ്ണനെ കണ്ടെത്തി. ബാലകൃഷ്ണൻ പത്രാധിപരായി. ഇൻ്റലക്ച്വൽ ജിഹാദിൻ്റെ തുടക്കമായിരുന്നത്. അപ്പോൾ പത്രം എന്ന് പറഞ്ഞാൽ പത്രാധിപരാരാ? ബാലകൃഷ്ണനാണ്. അത് മുസ്ലിം പത്രമല്ല. അങ്ങനെ മുസ്ലിം സമുദായത്തിനകത്ത് മുസ്ലിം സമുദായത്തിനൊരു പത്രമില്ല, ചന്ദ്രിക മുസ്ലിം സമുദായത്തിൻ്റെ പത്രമല്ല, ലീഗ് എന്ന പാർട്ടിയുടെ പത്രമാണ്. മുസ്ലിം സമുദായത്തിനൊരു പത്രം വേണം എന്ന് പറഞ്ഞ് മുസ്ലിം സമുദായത്തിനകത്ത് പ്രചാരണം നടത്തുകയും, അതേസമയം ഇത് മുസ്ലിം സമുദായത്തിൻ്റെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ ഏതെങ്കിലും മുസ്ലിം സംഘടനയുടെയോ പത്രമല്ല, ഇത് മറ്റുള്ള മനോരമ പോലെയോ മാതൃഭൂമി പോലെയോ എല്ലാവർക്കും സ്വീകാര്യമായൊരു മതേതര പത്രമാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി, മാത്രവുമല്ല ഇടതുപക്ഷ മൂല്യങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നവർ കൂടിയാണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി. കാരണം ഇടതുപക്ഷ മനസ്സിലുള്ള ഒരുപാട് വായനക്കാർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷക്കാരായ പ്രത്യേകിച്ച് നക്സലൈറ്റുകളായിരുന്ന പല ആളുകളെ കൊണ്ടും അതിൽ ലേഖനങ്ങൾ എഴുതിച്ചു, പത്രത്തിലും വരിയിലൊക്കെ എഴുതിച്ചു. അങ്ങനെ ഇൻ്റലക്ച്വൽ ജിഹാദ് നടത്തിപ്പോന്നവർ അവരുടെ മാധ്യമത്തിനും അതുപോലെ തന്നെ മീഡിയ വണിനും അതിനൊക്കെ ഒരു പൊതുസമ്മതി ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ഇൻ്റലക്ച്വൽ ജിഹാദ് ഇപ്പോഴും തുടരുന്നു. അവരിപ്പോൾ CPM പറയുന്നത് പോലെ മുസ്ലിം ലീഗിലേക്ക് മാത്രമല്ല CPMലേക്ക് പുരോഗമന സംഘത്തിലേക്ക് ഈ പറയുന്ന ജമാഅത്ത് ആശയമുള്ളവർ കടന്നു വന്നിട്ടില്ല എന്നിവർ വിശ്വസിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ മൗദൂദി മൈനസ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഒരു 0 ആയിരിക്കും. അങ്ങനെ തീർച്ചയായിട്ടും മൗദൂദി ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. ഗാന്ധി ഇല്ലെങ്കിൽ ഗാന്ധിസം ഉണ്ടാവുമോ? ഗോൾവൽക്കർ ഇല്ലെങ്കിൽ ഗോൾവൽക്കറിസം എന്ന് പറയാവുന്ന RSS ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെയാണിത്. മൗദൂദിസമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രം ഇസ്ലാമല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രം മൗദൂദിസമാണ്. മൗദൂദിസം ഇല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ഇല്ല. മൗദൂദി ഇല്ലെങ്കിൽ പിന്നെ ജമാഅത്തെ ഇസ്ലാമി വട്ടപൂജ്യമായിരിക്കും. താങ്ക് യു.